ഹലോ ഗൈസ്, പുതുവീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, നമ്മളൊരു BMW കിടലും BMW അവിടെ നിന്നാണ് നമ്മൾ ഇൻട്രോ എടുക്കുന്നത്. സോ നമ്മൾ എക്കോ പടം കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് നമ്മുടെ സ്വന്തം JM മൂവീസിൽ. സോ പടം കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം അല്ലേ. നമ്മൾ രണ്ടുപേരും ട്രെയിലർ കണ്ടിട്ടില്ല. സോ എങ്ങനെ അവസ്ഥ എന്നറിയില്ല. പടം അടിപൊളിയാന്ന് പറഞ്ഞുകൊണ്ട് കിഷ്കിൻ്റെ കാണത്തിനാട്ടും സീനാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കാണാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളങ്ങനെ ഇക്കോ കണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. സോ ഒരു കിഡിലൻ അനുഭവമായിരുന്നു ഗൈസ്. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ കിഷ്കിൻ്റെ ഡയറക്ടർമാര് റൈറ്ററും ഒക്കെ കൂടി തകർത്തിരിക്കുകയാണ്. എന്താണ് അഭിപ്രായം? അടിപൊളി പടം, സീൻ പടമാണ് ഗൈസ്, ഒരു രക്ഷയില്ല. പട്ടികളാണ് ഏറ്റവും കൂടുതൽ അഭിനയിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അവർ ആ മാർക്ക് ചെയ്ത് അവരുടെ ദേഷ്യം വരുന്ന സാധനമൊക്കെ കിഡിലനായിട്ട് അവർ ചെയ്തിട്ടുണ്ട് പട്ടികൾ. പിന്നെ അതിൽ വരുന്ന മലയായിട്ടുള്ള ഒരു അമ്മൂമ്മയും ആളുടെ ഹസ്ബൻഡ്, പിന്നെ സന്ദീപിനെ കുറിച്ച് പറഞ്ഞ പുള്ളി തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. പടക്കളം കഴിഞ്ഞ് ചെയ്യണ പടത്തിൽ പടക്കളത്തിൻ്റെ അതേ പെർഫോമൻസ് ലെവൽ തന്നെ പുള്ളി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സോ സംഭവം പുള്ളി ഒരു മാർക്ക് സൃഷ്ടിച്ചിരിക്കുകയാണ് മലയാളം സിനിമയിൽ. ഫാലിമിൽ നിന്ന് തൊട്ട് പുള്ളി സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ഇവിടെ എക്കോയിൽ അങ്ങോട്ട് തകർത്ത് അഭിനയിച്ചിരിക്കുകയാണ്. പിന്നെ പഴയ ആക്ടേഴ്സായിട്ടുള്ള അശോകനായാലും വിനീത്, അവരൊക്കെ സീൻ നരയൻ എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ വർക്ക് ഒരു രക്ഷയില്ല കഴിച്ച്. ഇങ്ങനെയൊക്കെ ഒരു സ്റ്റോറി സെറ്റ് ചെയ്തെടുക്കൽ എളുപ്പമല്ല. സംഭവം അടിപൊളിയായിട്ടുണ്ട്. സോ ടു വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ്. അടിപൊളി പടമാണ്. കിഷ്കിൻ്റെ കാണുമ്പം നമ്മൾ ഈ ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ് എന്ന് വെച്ചെങ്കിൽ അതിലും എഡ്ജ് ഓഫ് ദി സീറ്റ് സീൻ സാധനമാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേ സംഭവങ്ങളൊക്കെ ട്വിസ്റ്റുകളുണ്ട്. സെക്കൻഡ് ഹാഫ് ഫുള്ള് ട്വിസ്റ്റല്ലേ. ഫസ്റ്റ് ഹാഫ് നോർമൽ നല്ല പേസിൽ ഇങ്ങനെ പോയോണ്ടിരിക്കും. സെക്കൻഡ് ഹാഫ് തുടങ്ങിയ ട്വിസ്റ്റിൻ്റെ പൂരാണ് ഈ രക്ഷയില്ല. സീൻ പടം. സോ നിങ്ങൾ കണ്ടിട്ടെങ്കിൽ പോയി കാണുക, അടിപൊളി പടമാണ്. പിന്നെ അതിൽ പറയുന്ന പോലെ തന്നെ എക്കോ ദി ക്രോണിക്കൽസ് ഓഫ് കുരിയച്ചൻ എന്ന് പറയുന്നത് ശരിക്കും അത് തന്നെയാണ് സംഭവം. അത് നിങ്ങൾക്ക് പടം കാണുമ്പോൾ മനസ്സിലാവും. സോ വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റിവ്യൂ അല്ലേ. അപ്പോൾ ബൈ ഗൈസ്, നാളെ കാണാം.